ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു വിൻറ്റേഴ്സ് ട്രാവൽ ബൈ സുജിൽ ബോക്സ്. പ്രിയ വിദ്യാർത്ഥികളെ, USS പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഏറ്റവും പ്രിയമുള്ള വിദ്യാർത്ഥികൾക്ക് സോഷ്യൽ സയൻസ് വിഷയവുമായി ബന്ധപ്പെട്ട ബേസിക് കോൺസെപ്റ്റ് പരിചയപ്പെടുത്തുന്ന പുതിയൊരു വീഡിയോ നമുക്കിവിടെ ആരംഭിക്കാം. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു വിൻറ്റേഴ്സ് ട്രാവൽ ബൈ സുജിൽ ബോക്സ്. പ്രിയ വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മുടെ വീഡിയോ ആരംഭിക്കുന്നതിന് മുൻപായി നിങ്ങളോട് ഒരു ചെറിയ ചോദ്യം ചോദിച്ചുകൊണ്ട് ആരംഭിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. മറ്റൊന്നുമല്ല, എന്താണ് പാഷൻ? ഒരു മത്സര പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ എന്ന രീതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പാഷൻ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ആളുകളായിരിക്കും. USS പോലുള്ള ഒരു മത്സര പരീക്ഷയ്ക്ക്, അതുപോലെ UPSC പോലുള്ള മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഏതൊരു വ്യക്തിയും മനസ്സിൽ കരുതേണ്ട ഒരു പാഷൻ എന്താണ്? നിങ്ങളുടെ ഉത്തരങ്ങൾ നിർബന്ധമായിട്ടും കമന്റ് രൂപത്തിൽ അറിയിക്കുക. തീർച്ചയായും വീഡിയോയുടെ അവസാനം നമുക്ക് പാഷൻ എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചുള്ള ഒരു ചെറിയ വിശകലനം നമുക്ക് ചെയ്യാം. വീഡിയോ ആരംഭിക്കാം. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു വിൻറ്റേഴ്സ് ട്രാവൽ ബൈ സുജിൽ ബോക്സ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ USS പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന പ്രിയമുള്ള വിദ്യാർത്ഥികൾക്ക് സോഷ്യൽ സയൻസ് വിഷയത്തിൽ ബേസിക് കോൺസെപ്റ്റായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നതിനെ കുറിച്ചുള്ള ഒരു പരിചയപ്പെടുത്തലാണ്. തീർച്ചയായും 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സാമൂഹ്യശാസ്ത്ര വിഷയത്തിൽ 7ാം ക്ലാസ് വരെ ആ ഒരു കുട്ടി നേടിയ അല്ലെങ്കിൽ നേടിയിരിക്കേണ്ട പ്രധാന പഠന നേട്ടങ്ങൾ എന്ന് പറയപ്പെടുന്ന ആശയങ്ങൾ, ധാരണകൾ, മനോഭാവങ്ങൾ എന്നിവ പരിഗണിച്ചുകൊണ്ടാണ് തീർച്ചയായും ഒരു USS പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ തയ്യാറാക്കുന്നത്. 7ാം ക്ലാസ്സിലെ അധ്യായങ്ങളോടൊപ്പം ഓരോ വിദ്യാർത്ഥിയും പ്രധാനമായും ശ്രദ്ധ കൊടുക്കേണ്ട ഭാഗങ്ങളാണ് 5-6 ക്ലാസ്സുകളിലായി വിദ്യാർത്ഥി നേടിയിരിക്കുന്ന പ്രധാന ആശയങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പ്രധാന ചോദ്യങ്ങൾ. തീർച്ചയായും USS പോലുള്ള മത്സര പരീക്ഷയ്ക്ക് 5-6 ക്ലാസ്സുകളിലായി ഒരു കുട്ടി നേടിയിരിക്കുന്ന പ്രധാന ആശയങ്ങളെ കൂടെ മനസ്സിലാക്കുന്നത് പരീക്ഷയിൽ മുഴുവൻ മാർക്ക് നേടുവാൻ, അതല്ലെങ്കിൽ അതിന്റെ ഭാഗമായി വരുന്ന GK ഉൾപ്പെടെയുള്ള മേഖലയിൽ നിന്ന് മുഴുവൻ മാർക്ക് നേടുവാൻ ആ വിദ്യാർത്ഥിയെ എന്ത് ചെയ്യും? പ്രാപ്തമാക്കും. നമ്മൾ ഇവിടെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് 7ാം ക്ലാസ് വരെ പഠിച്ച ഒരു വിദ്യാർത്ഥി പ്രധാനമായും ബേസിക് കോൺസെപ്റ്റായി സോഷ്യൽ സയൻസ് വിഷയത്തിൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ്. നോക്കാം, നമ്മുടെ വീഡിയോ ആരംഭിക്കുന്നു. ആദ്യത്തെ ചോദ്യം: ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് തിരുവിതാംകൂറിൽ നേതൃത്വം നൽകിയ വ്യക്തി ആരായിരുന്നു? ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടങ്ങൾക്ക് തിരുവിതാംകൂറിൽ, കേരളം എന്ന് പറയുന്ന നമ്മുടെ ഇന്നത്തെ സംസ്ഥാനം ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ 3 നാട്ടുരാജ്യങ്ങളായിരുന്നു: തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നീ മേഖലകളിലായി അറിയപ്പെടുന്നു. ഇതിൽ തിരുവിതാംകൂർ മേഖലകൾ അടിസ്ഥാനമാക്കിക്കൊണ്ട് പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തി ആരായിരുന്നു? ഇതാണ് ചോദ്യം. ഉത്തരം വേലുത്തമ്പി ദളവ. രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ആനി ബസന്റ് എന്ന് പറയുന്ന വ്യക്തിയാണ്. 3. കുണ്ടറ വിളംബരം ഏതു വർഷമായിരുന്നു, എന്നായിരുന്നു? 1809 കുണ്ടറ വിളംബരം എന്ന് പറയുന്ന മഹത്തായ ഒരു പ്രഖ്യാപനം നടന്നിട്ടുള്ളത്. അടുത്ത ചോദ്യം: പ്ലാസി യുദ്ധം എന്നായിരുന്നു? ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലേക്ക് ഒരു ഒരു കവാടം തുറന്നു കിട്ടിയതുപോലുള്ള ഒരു സമരമായിട്ടാണ് പ്ലാസി യുദ്ധത്തെ കണക്കാക്കുന്നത്. എന്നായിരുന്നു ഈ ഒരു പ്ലാസി യുദ്ധം അരങ്ങേറിയത്? 1757. ബക്സാർ യുദ്ധം. പ്ലാസി യുദ്ധത്തിന് ശേഷം മറ്റൊരു യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ വിജയം കൈവരിച്ചത് ബക്സാർ യുദ്ധത്തിലായിരുന്നു. ഏതു വർഷമാണ് ബക്സാർ യുദ്ധം അരങ്ങേറിയത്? 1764. ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ചത് എന്നാണ്? ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ അവരുടെ ആവശ്യങ്ങൾക്ക് അടിസ്ഥാനമാക്കി ആദ്യമായി റെയിൽവേ ആരംഭിച്ചത് 1853 ഏപ്രിൽ 16 ആദ്യത്തെ തീവണ്ടി ബോംബെ മുതൽ താന വരെയുള്ള പാതയിലാണ് ഓടിച്ചത്. എത്രാമത്തെ മൈസൂർ യുദ്ധത്തിലാണ് ടിപ്പു സുൽത്താൻ മരണം വരിച്ചത്? ബ്രിട്ടീഷുകാർ മൈസൂർ എന്ന് പറയുന്ന നാട്ടുരാജ്യത്തെ കീഴടക്കുന്നതിന്റെ ഭാഗമായി കൊണ്ട് ധാരാളം യുദ്ധങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതിൽ ഏത്
മൈസൂർ യുദ്ധത്തിലാണ് ടിപ്പു സുൽത്താൻ മരണം വരിച്ചത്? ഉത്തരം 4ാമത്തെ മൈസൂർ യുദ്ധത്തിലായിരുന്നു. അടുത്ത ചോദ്യം, ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ നടത്തിയ യുദ്ധമുറ എന്ത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? കേരളത്തിൽ മലബാർ കേന്ദ്രീകരിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ വയനാടൻ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർക്ക് ഏറ്റവും തീവ്രമായ, ശക്തമായ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ് കേരള സിംഹം പഴശ്ശിരാജ എന്നറിയപ്പെടുന്ന വ്യക്തി. അദ്ദേഹത്തിന്റെ യുദ്ധരീതികൾ ഒളിപ്പോര് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത് എന്നായിരുന്നു? ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരം 1857 ഇന്ത്യയിലെ വ്യത്യസ്ത വിഭാഗം ആളുകൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തിലേക്കായി ഒരുമിച്ച് ചേർന്നുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ സമരമാണ് 1857 കലാപം അഥവാ 1ാം സ്വാതന്ത്ര്യ സമരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ മിതവാദികളും തീവ്രവാദികളും എന്നിങ്ങനെ രണ്ടായി തിരിഞ്ഞത് ഏതു വർഷമാണ്? ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ സമരങ്ങൾ മുന്നോട്ട് നേതൃത്വം നൽകിയിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന ആളുകൾ മിതവാദികളെന്നും തീവ്രവാദികളെന്നും രണ്ടായി തിരിഞ്ഞ് ബ്രിട്ടീഷുകാർക്കെതിരെ അതിശക്തമായ രീതിയിലേക്കുള്ള സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം തുടങ്ങിയ വർഷമായിട്ട് കണക്കാക്കുന്നത് 1907 മുതലാണ്. അവസാനത്തെ മുഗൾ ഭരണാധികാരി ആരായിരുന്നു? അവസാനത്തെ മുഗൾ ഭരണാധികാരിയായി കണക്കാക്കുന്നത് ബഹദൂർ ഷാ രണ്ടാമൻ. അടുത്ത ചോദ്യം, ബഹദൂർ ഷാ രണ്ടാമനെ നാടുകടത്തിയത് എങ്ങോട്ടായിരുന്നു? ബഹദൂർ ഷാ രണ്ടാമനെ നാടുകടത്തിയത് മ്യാൻമാർ, ബർമ്മ എന്ന പേരിലൊക്കെ അറിയപ്പെട്ടിരുന്ന റാങ്കൂൺ എന്ന് പറയപ്പെടുന്ന സ്ഥലത്തേക്കാണ്. ഏത് മുഗൾ ഭരണാധികാരിയെ ആയിരുന്നു ശിപായിമാർ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചത്? ശിപായിമാർ, ശിപായി ലഹള എന്നതിന്റെ ഭാഗമായിക്കൊണ്ട് അതിശക്തമായ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഇന്ത്യയിലെ ശിപായിമാരായിട്ടുള്ള ആളുകൾ ഏത് മുഗൾ ഭരണാധികാരിയെയാണ് ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചത്? അവസാനത്തെ മുഗൾ ഭരണാധികാരിയായി കണക്കാക്കിയിരുന്ന ബഹദൂർ ഷാ രണ്ടാമനെയാണ് ശിപായിമാർ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചത്. ഏത് ബ്രിട്ടീഷ് ഗവർണർ ജനറലാണ് സതി എന്ന് പറയുന്ന അനാചാരം നിരോധിച്ചത്? നമ്മുടെ രാജ്യത്തെ അതിശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തികളിൽ പ്രധാനിയായിരുന്നു രാജാറാം മോഹൻ റോയ് പോലുള്ള ആളുകൾ. അദ്ദേഹത്തിന്റെയൊക്കെ പ്രവർത്തനങ്ങളാണ് സമൂഹത്തിൽ ഒരുപാട് പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. അദ്ദേഹത്തിന്റെയൊക്കെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിക്കൊണ്ട് അന്നത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്ന വില്യം ബെന്റിക് പ്രഭു, ഇദ്ദേഹമാണ് സതി എന്ന് പറയുന്ന അനാചാരം നിർത്തലാക്കിയത്. രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച സംഘടന ഏതാണ്? നാടിൽ നിലനിന്നിരുന്ന അനീതിക്കെതിരെയും അസമത്വങ്ങൾക്കെതിരെയും അനാചാരങ്ങൾക്കെതിരെയും സമൂഹത്തെ വിവിധ പരിഷ്കരണങ്ങൾ ഉണ്ടാകണം എന്ന ലക്ഷ്യത്തോടു കൂടി രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച സംഘടനയുടെ പേര് ബ്രഹ്മസമാജം. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്. ആര്യസമാജം എന്ന സംഘടന രൂപീകരിച്ചത് ആരായിരുന്നു? ആര്യസമാജം എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതി. 1907 കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സമ്മേളനം എവിടെയാണ് നടന്നത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സമ്മേളനം 1907 നടന്നത് ഇന്നത്തെ ഗുജറാത്ത്, അവിടുത്തെ സൂറത്ത് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. വിധവകളുടെ ഉന്നമനത്തിനും സ്ത്രീ വിദ്യാഭ്യാസത്തിനും വേണ്ടി ആദ്യ മഹിളാ സഭ എന്ന സംഘടന രൂപീകരിച്ചത് ആരാണ്? പണ്ഡിത രമാഭായ്. ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്ത് ഇന്ത്യയിൽ നിന്നും ബ്രിട്ടനിലേക്ക് ചോർന്നു പോകുന്നു എന്ന വലിയ ഒരു ആശയത്തെ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് മുൻപാകെ അവതരിപ്പിച്ച ചോർച്ചാ സിദ്ധാന്തം എന്ന ആ ഒരു സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ദാദാഭായ് നവറോജി. സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ചത് ആരായിരുന്നു? ബാലഗംഗാധര തിലക് എന്ന് പറയുന്ന മഹാനായ വ്യക്തിയാണ് ഈ ഒരു അതിപ്രധാനമായ മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ട് സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയത്. സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്,
ഞാൻ അത് നേടുക തന്നെ ചെയ്യും. ബാലഗംഗാധര തിലകാണ് ഈ പ്രസ്താവന മുന്നോട്ട് വെച്ചത്. ഏത് രാജ്യത്തെ ദേശീയ പ്രസ്ഥാനത്തിൽ നിന്നാണ് ഹോം റൂൾ എന്ന് പറയുന്ന പദം നമ്മുടെ രാജ്യം കടമെടുത്തത്? അയർലാൻഡ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഭാഗമാണ് ഹോം റൂൾ എന്ന് പറയുന്ന ആ ഒരു പദം നമ്മുടെ രാജ്യം ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഉപയോഗിച്ചു തുടങ്ങിയത്. സ്ഥിതി വിവര കണക്കുകൾ ഉപയോഗപ്പെടുത്തി ദേശീയ വരുമാനം കണക്കാക്കുന്ന സ്ഥാപനം ഏതാണ്? സ്ഥിതി വിവര കണക്കുകൾ ഉപയോഗപ്പെടുത്തി ദേശീയ വരുമാനം കണക്കാക്കുന്ന സ്ഥാപനം സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്നറിയപ്പെടുന്ന സ്ഥാപനമാണ്. നഗരങ്ങളിൽ തൊഴിൽ രഹിതർ സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യവുമായുള്ള പദ്ധതി ഏതാണ്? സ്വർണ ജയന്തി ഷിഹാരി റോസ്ഗാർ യോജന എന്ന പദ്ധതിയാണ് നഗരങ്ങളിൽ തൊഴിൽ രഹിതരായിട്ടുള്ള ആളുകൾ അവർക്ക് തൊഴിൽ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി രൂപം കൊണ്ട പദ്ധതി. ഭക്ഷ്യസുരക്ഷാ നിയമം ഇന്ത്യൻ പാർലമെന്റ് അംഗീകരിച്ച വർഷം ഏതാണ്? ഇന്ത്യൻ പാർലമെന്റ് 2013 ഭക്ഷ്യസുരക്ഷാ നിയമം എന്ന് പറയുന്ന ഒരു നിയമം അംഗീകരിച്ചത്. ലോകത്തിലെ ആദ്യത്തെ ഭൂപടം വരച്ചതെന്ന് കരുതപ്പെടുന്ന വ്യക്തി ആരാണ്? ലോകത്തിലെ ആദ്യത്തെ ഭൂപടം വരച്ചതെന്ന് കരുതപ്പെടുന്ന വ്യക്തി അലക്സി മാൻഡർ. ആധുനിക ഭൂപട നിർമ്മാണത്തിന്റെ പിതാവ് ആരാണ്? ആധുനിക ഭൂപട നിർമ്മാണത്തിന്റെ പിതാവായി കണക്കാക്കുന്നത് മെർക്കാറ്റർ എന്ന് പറയുന്ന വ്യക്തിയെയാണ്. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന വ്യക്തി ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? കാർട്ടോഗ്രാഫർ എന്ന പേരിലാണ് ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന വ്യക്തി അറിയപ്പെടുന്നത്. ഭൂപടത്തിലെ വിവിധ സ്ഥലങ്ങൾ തമ്മിലുള്ള യഥാർത്ഥ ദൂരം കണക്കാക്കുവാൻ ഉപയോഗിക്കുന്ന ഘടകം ഏതാണ്? തോത്. ഇതാണ് ഭൂപടങ്ങളിലെ വിവിധ സ്ഥലങ്ങൾ തമ്മിലുള്ള യഥാർത്ഥ ദൂരം കണക്കാക്കുവാൻ ഉപയോഗിക്കുന്ന ഘടകം. ഭൂപടങ്ങളിൽ കൃഷിയിടങ്ങളെ സൂചിപ്പിക്കുന്നത് ഏത് നിറത്തിലാണ്? ഭൂപടങ്ങളിൽ കൃഷിയിടങ്ങൾ സൂചിപ്പിക്കുന്നത് മഞ്ഞ നിറത്തിലാണ്. 1757 പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരാൽ പരാജയപ്പെട്ട ബംഗാൾ നവാബ് ആരായിരുന്നു? 1757 പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരാൽ പരാജയപ്പെട്ട ബംഗാൾ നവാബ് എന്നറിയപ്പെടുന്നത് സിറാജുദ്ദീൻ ധൗള. മൈസൂർ യുദ്ധങ്ങളിലൂടെ മലബാർ കൂടാതെ ഏത് പ്രദേശമാണ് ബ്രിട്ടീഷുകാർ പിടിച്ചടക്കിയത്? മൈസൂർ യുദ്ധത്തിൽ ടിപ്പു സുൽത്താനെ പരാജയപ്പെടുത്തിക്കൊണ്ട് മലബാർ അതുപോലെ കൂർഗ് എന്ന് പറയുന്ന സ്ഥലം, ഈ രണ്ട് പ്രദേശങ്ങളും കൂടെ മൈസൂരിനോടൊപ്പം ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ഭരണാധികാരി ആരായിരുന്നു? ഇന്ത്യയിൽ സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ഭരണാധികാരി വെല്ലസ്ലി പ്രഭുവായിരുന്നു. അടുത്ത ചോദ്യം നോക്കാം. ബ്രിട്ടീഷ് നയങ്ങൾക്കെതിരെ സ്വന്തം പെരുവിരൽ മുറിച്ച് പ്രതിഷേധിച്ച ബംഗാളിലെ പട്നൂർ കൃഷിക്കാർ ആരായിരുന്നു? ബ്രിട്ടീഷ് നയങ്ങൾക്കെതിരെ സ്വന്തം പെരുവിരൽ മുറിച്ച് പ്രതിഷേധിച്ച ബംഗാളിലെ പട്നൂർ കൃഷിക്കാർ നഗോഡകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. തിരൂരിൽ നിന്ന് ബേപ്പൂരിലേക്ക് കേരളത്തിലെ ആദ്യത്തെ തീവണ്ടി സർവീസ് ആരംഭിച്ചത് ഏത് വർഷമാണ്? 1861 കേരളത്തിലെ ആദ്യത്തെ തീവണ്ടി സർവീസായി തിരൂരിൽ നിന്ന് ബേപ്പൂരിലേക്കുള്ള തീവണ്ടി ഓടിയത്. സിദ്ധുവും കാൻവുവും നേതൃത്വം നൽകിയത് ബ്രിട്ടീഷ് വിരുദ്ധ കലാപം ഏതാണ്? ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ഏറ്റവും ശക്തമായ സമരങ്ങളിൽ ഒന്നായിരുന്നു ആദിവാസി സമരങ്ങൾ. ഇതിൽ സാന്താൾ എന്ന് പറയുന്ന വിഭാഗം ആദിവാസികളുടെ നേതാക്കന്മാരായിരുന്നു സിദ്ധുവും കാൻവുവും. ഇവരുടെ നേതൃത്വത്തിലാണ് സാന്താൾ കലാപങ്ങൾ നമ്മുടെ നാടിന്റെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അരങ്ങേറിയതിൽ ഏറ്റവും ശക്തമായ ആദിവാസി കലാപം സാന്താൾ കലാപം എന്ന പേരിൽ അറിയപ്പെടുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തികളാണ് സിദ്ധുവും കാൻവും. വേലുത്തമ്പി ദളവ തന്റെ പ്രസ്ഥാനമായ കുണ്ടറ വിളംബരം
നടത്തിയ വർഷം ഏതാണ്? അതിശക്തമായ ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമേന്തി പോരാടുക എന്ന് പറയുന്ന ഒരു പ്രസ്താവന, വളരെ പ്രശസ്തമായ ഒരു വിളംബരം, കുണ്ടറ വിളംബരം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ വിളംബരം വേലുത്തമ്പി ദളവ നടത്തിയത് 1809-ലാണ്. ഝാൻസിയിൽ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ഝാൻസിയിൽ ലക്ഷ്മി ഭായ്, ഝാൻസി റാണി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായ ഫൈസാബാദ് ഇന്ന് ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിന്റെ ഭാഗമാണ്? ഉത്തർപ്രദേശ്. തന്റെ ഗുരുവായ ശ്രീരാമകൃഷ്ണ പരമഹംസയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി സ്വാമി വിവേകാനന്ദൻ സ്ഥാപിച്ച സംഘടന ഏതാണ്? രാമകൃഷ്ണ മിഷൻ എന്ന സംഘടനയാണ് സ്വാമി വിവേകാനന്ദൻ തന്റെ ഗുരുവായ ശ്രീരാമകൃഷ്ണ പരമഹംസയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി രൂപം നൽകിയത്. ഭൂമിയുടെ ഉത്തരധ്രുവത്തെയും ദക്ഷിണ ധ്രുവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അർദ്ധവൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖ, ആ രേഖയ്ക്ക് വിളിക്കുന്ന പേരെന്താണ്? ആ രേഖയെ വിളിക്കുന്നത് രേഖാംശ രേഖ. ഭൂമിയുടെ ഉത്തരധ്രുവത്തെയും ദക്ഷിണ ധ്രുവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അർദ്ധവൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖയാണിത്. കോട്ടപ്പുറം കോട്ട എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അതിപ്രശസ്തമായ കോട്ടപ്പുറം കോട്ട സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ലയിലാണ്. സർ സയ്യിദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ച മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് ഇന്ന് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ്, സർ സയ്യിദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ച ഈ കോളേജ് ഇന്നറിയപ്പെടുന്നത് അലിഗഡ് മുസ്ലിം സർവകലാശാല എന്ന പേരിലാണ്. 0° അക്ഷാംശ രേഖ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? നമ്മുടെ ഭൂമിയിൽ വിവിധ സാങ്കല്പിക രേഖകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട രേഖകളിൽ ഒന്നാണ് അക്ഷാംശ രേഖ. മറ്റൊരു രേഖയാണ് രേഖാംശ രേഖ. കാലാവസ്ഥയുടെ നിർണയത്തിനും സമയനിർണയത്തിനുമാണ് ഇത്തരം രേഖകൾ പ്രധാനമായും ഉപയോഗപ്പെടുത്തുന്നത്. ഇതിൽ അക്ഷാംശ രേഖയിൽ 0° അക്ഷാംശ രേഖ ഭൂമധ്യരേഖ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇതേപോലെ 0° രേഖാംശ രേഖ അറിയപ്പെടുന്നത് ഗ്രീനിച്ച് രേഖ എന്ന പേരിലാണ്. കുളച്ചൽ യുദ്ധം നടന്നത് ഏതു വർഷമാണ്? കുളച്ചൽ യുദ്ധം എന്നറിയപ്പെടുന്ന അതിപ്രശസ്തമായ കേരളത്തിലെ ആദ്യത്തെ സംഘടിതമായി ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന യുദ്ധം 1741-ലാണ് അരങ്ങേറിയത്. നമ്മുടെ വീഡിയോ ആരംഭിക്കുമ്പോൾ നാം പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു എന്താണ് നിങ്ങളുടെ പാഷൻ എന്നത്. തീർച്ചയായും ഒരു എക്സാമിനെ സംബന്ധിച്ചിടത്തോളം തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക്, ഏതൊരു വിദ്യാർത്ഥിക്കും, ഏത് പരീക്ഷയായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, പാഷൻ എന്ന് പറയുന്ന ഒരു ഘടകം അതിപ്രാധാന്യമുള്ള ഒരു സംഗതിയാണ്. നാം എന്താണോ ഇന്ന് ആഗ്രഹിക്കുന്നത്, ആ ആഗ്രഹം പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായിക്കൊണ്ട് നാം എടുക്കുന്ന ഒരു എഫേർട്ട്, ആ എഫേർട്ടാണ് പ്രധാനമായും പാഷൻ എന്ന രീതിയിലേക്ക് നാം കാണുന്നത്. ഇന്ന് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വലിയ ശക്തമായ ശക്തിയായി നിങ്ങൾ എന്താണ്, നിങ്ങളുടെ പാഷൻ സെറ്റ് ചെയ്യണം. USS പരീക്ഷയ്ക്ക് ഞാൻ തയ്യാറെടുക്കുന്നു, അത് നേടിയെടുക്കുക എന്നത് നിങ്ങളുടെ ഒരു ലക്ഷ്യമായി നമ്മൾ കൊണ്ടാടണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ചില കാര്യങ്ങളിലൊക്കെ കോംപ്രമൈസുകൾ ചെയ്യേണ്ടി വന്നേക്കാം. പക്ഷെ നമ്മുടെ മുമ്പിലുള്ള ലക്ഷ്യം, അത് നമ്മുടെ പാഷൻ, അതിലേക്കുള്ള യാത്രയാണ്. അത് ഈ വർഷം മാത്രം നിങ്ങൾക്ക് സാധിക്കുന്ന കാര്യമാണ്. അടുത്ത വർഷത്തേക്ക് നീണ്ടു നിന്നാൽ ഈ USS എന്ന് പറയുന്ന നമ്മുടെ ലക്ഷ്യം നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യത്തിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും ഓരോ വിദ്യാർത്ഥിക്കും അവരവരുടെ പാഷൻ സെറ്റ് ചെയ്തുകൊണ്ട് അതിലേക്ക് പടിപടിയായി നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സമയങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് നാം ലക്ഷ്യം കാണുന്ന ആ ഒരു വിജയം അത് നേടിയെടുക്കുവാൻ ആവശ്യമായ പരിശ്രമത്തിലൂടെ, അതിന് നാം നൽകുന്ന നിർദ്ദേശങ്ങളും നിങ്ങളുടേതായിട്ടുള്ള സമയവും മാറ്റിവെച്ചുകൊണ്ട് നിങ്ങൾ ആഴത്തിൽ അതിലേക്ക് ആകൃഷ്ടരായി ഇറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ അഭിരുചി, നമ്മുടെ പാഷൻ
അത് നാം നേടിയെടുക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ഓരോരുത്തരും അതിനുവേണ്ടി പ്രയത്നിക്കുന്നവരാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പാഷൻ പൂർത്തീകരിക്കാൻ സാധിക്കുക തന്നെ ചെയ്യും. എല്ലാവിധ ആശംസകളും നേരുന്നു. വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിർബന്ധമായും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നിർബന്ധമായും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ബൈ ബൈ.